ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. VFA എക്സാമിന് ഇപ്പം എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഇനി മുതൽ VFAയുടെ PYQ യൂസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും VFAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. PYQ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 23 ഇത്. പക്ഷേ ഇത് ആക്ച്വലി VFA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കരാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥമാണ്. ഇതാരാണ് രചിച്ചത്? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂരിലാണ് 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിലാഡൽഫിയയിലാണ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 2017 മുതൽ ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചക്രവാതമാണ്. ഇത് അന്തരീക്ഷത്തിലെ പ്രത്യേക ന്യൂനമർദ്ദം കാരണം രൂപപ്പെടുന്ന ഒരുതരം അസ്ഥിരവാദമാണ്. അടുത്ത ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ശരിയാണ്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. ശരിയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശരിയാണ്. ഇതിൽ ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണെന്നതാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ആഗ്നേയ ശിലയല്ല, മറിച്ച് കായാന്തരിത ശിലയാണ്. അടുത്ത ചോദ്യം, എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. അടുത്ത ചോദ്യം നോക്കൂ, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഒറ്റപ്പെട്ട് കിടക്കുന്നത് ടെറായി ആണ്. എന്താണ് കാരണം? ബാക്കിയുള്ളവയെല്ലാം കാറ്റിന്റെ അപരദനം, നിക്ഷേപണം എന്നിവ മൂലം മരുഭൂമികളിൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. എന്നാൽ ടെറായി എന്നത് ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണും മണലും അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ഒരു നദീജന്യ ഭൂരൂപമാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. പക്ഷെ PSC കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ശബരിഗിരി, പത്തനംതിട്ട എന്നാണ്. യഥാർത്ഥത്തിൽ ശബരിഗിരി പത്തനംതിട്ടയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? PSC കൊടുത്ത ഉത്തരം 2ഉം 3ഉം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയായത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. ശരിയാണ്. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ശരിയാണ്. 1ഉം 3ഉമാണ് യഥാർത്ഥത്തിൽ ശരി. PSC കൊടുത്തത് 2ഉം 3ഉം എന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാൾ മാർക്സ് ആണ്. ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം ഏതാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തമാണ് ദാദാഭായ് നവറോജിയുടേത്. അടുത്ത ചോദ്യം,
താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യത്തിനാണ് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. LK അദ്വാനിക്ക് 2024 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് 2015 M ഫാത്തിമ ബീവിക്ക് 2024 പത്മഭൂഷൺ ആണ് ലഭിച്ചത്. MS സ്വാമിനാഥന് 2024 എന്ത് തന്നെയാണ് ലഭിച്ചത്? ഭാരതരത്ന തന്നെയാണ് ലഭിച്ചത്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിന് ശേഷി വർദ്ധിപ്പിക്കുന്നു. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. 3 പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ് അല്ലെ? ഇപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കൊട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ചണനാരല്ല, പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 91ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏത്? ആൻസർ സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവും. ഇതാണ് ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ ഡി 3ഉം 4ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സി വിജിൽ. അടുത്ത ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായവ: യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം, ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി, മത്സ്യബന്ധനം. ഇവ രണ്ടുമാണ് ശരി. മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലും ബാങ്കിംഗ് യൂണിയൻ ലിസ്റ്റിലുമാണ് വരുന്നത്. ഇവ രണ്ടും കൺകറന്റ് ലിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. VFA എക്സാമിന്റെ PYQ യൂസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. VFA എക്സാമിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ ഇനിയും നമ്മുടെ ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്